സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേനയും എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നടത്തി വരുന്നു. അതിൽ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നമ്മളിലേക്ക് വരുന്നു. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ കരിയറിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ നല്ല ഉപകാരമുള്ള അറിവുകളായി മാറട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്പെഷ്യൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുന്നു. അതിൽ വ്യത്യസ്തരായിട്ടുള്ള ഓരോ ടോപ്പിക്കിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വരുന്നു. അവരുള്ള അറിവുകൾ നമ്മിലേക്ക് ഷെയർ ചെയ്യുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊക്കെ ഒന്നും കൂടി അപ്ഡേറ്റ് ആവാനും നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ദ സീക്രട്ട് ഓഫ് ബ്രെത്ത് എന്നുള്ളതാണ്. ബ്രെത്ത് എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബ്രെത്ത് ഇൻ ചെയ്യുന്നു, ബ്രെത്ത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ ഈ ഒരു ബ്രെത്ത് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്നും നമുക്കറിയാം. ഇപ്പോഴും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും അതിന്റെ സീക്രട്സ് എന്തൊക്കെയാണ്, ഇത് നമ്മുടെ ഫിസിക്കലി മെന്റലി നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ആവുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് നമ്മുടെ മാം ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള നമ്മുടെ സ്റ്റെഫി അനഘ മാം ആണ്. മാം ഒരു സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, EFT പ്രാക്ടീഷണർ ആണ്, അതോടൊപ്പം ബ്രെത്ത് വർക്ക് എക്സ്പേർട്ട് കൂടിയാണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയിൽ തന്നെ ഹീൽ ദ ഹീലർ എന്ന ഒരു വർക്ക്ഷോപ്പ് മാം നടത്തി വരുന്നുണ്ട്. അതിന്റെ 3rd ബാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻബിൾ ഹാർമണി എന്ന ഒരു ഫ്രീ സെഷൻ, നമ്മുടെ മൈൻഡ് സോൾ അലൈൻമെന്റ് ചെയ്യുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് തന്നെ മാം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നിങ്ങളൊക്കെ അതിലുള്ളവരാണെന്ന് പറയാം. സോ കുറഞ്ഞ ദിവസത്തിന് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാമിന് സാധിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു വെബിനാർ, നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദ സീക്രട്ട് ഓഫ് ബ്രെത്ത് എന്ന ഈ ഒരു ടോപ്പിക്കിലുള്ള വെബിനാർ നമ്മൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് വീഡിയോ മോഡ് ഓൺ ചെയ്ത് സെഷൻ അറ്റൻഡ് ചെയ്യാം. പറ്റുന്ന രീതിയിലൊക്കെ ഇന്ററാക്ട് ചെയ്യാം, നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാം. സോ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടു കൂടി സ്റ്റെഫി മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത് മാം. താങ്ക് യു. വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ തന്നതിന് ഒത്തിരി താങ്ക്സ്. ആൻഡ് ഈ ഒരു സെഷനിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിലെ ഭാഷയിൽ നന്ദി പറയാണ്. ഒപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിയോടും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഫൈസൽ സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ എന്നെ പ്രത്യേകിച്ച് ഇനി പിന്നെയും പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ആൻഡ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു സ്പിരിച്വൽ ഹീലർ ആണ്, ഒരു ബ്രീത്ത് വർക്ക് ട്രെയിനറും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് എടുത്തതിന് ഒരു കാരണമുണ്ട്. അതായത് നമുക്കറിയാം ഒരുപാടധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു മേഖലയാണ് നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും നമ്മുടെ ആ ഒരു കാംനെസ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു നമുക്ക് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ യുവർ, അല്ലെങ്കിൽ ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്, അങ്ങനെയാണല്ലേ പറയാം. ഏതൊരു മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കൃത്യമായിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ കേന്ദ്രീകരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കാം ചെയ്യുന്നതിനും അതിനെ ആ ഒരു വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിഥമെറ്റിക്കൽ ആയിട്ടുള്ള ഫ്ലോയിൽ കീപ്പ് ചെയ്യുന്നതിനൊക്കെ തന്നെ ബ്രീത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ
ഒരു ഫ്യൂഷൻ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സ്പിരിച്വൽ വേർഷനിൽ എന്താണ് ബ്രീത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി കുറച്ച് സമയത്തേക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ താളത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും ആ മാറ്റത്തിലൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് മെഡിറ്റേഷനിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിനെയോ നമ്മുടെ തോട്ട്സിനെയോ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആകെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്വാസമാണ്. ആ ശ്വാസത്തിൽ കൃത്യമായിട്ടുള്ള ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ആക്സസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെതായിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള എസെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ അതിൻ്റെ കുറച്ച് ഡെപ്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ഭയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് കണ്ടീഷനിൽ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് യൂഷ്വലി തോന്നാവുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചേഞ്ചസ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് കണ്ടീഷനിൽ എത്തുവാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ചില ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് പറയാവോ? ശ്വാസം ഭയങ്കര സ്പീഡിലാവും, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ശ്വാസം നിന്ന് പോകാം, അങ്ങനെ സ്വെറ്റിംഗ് ഉണ്ടാവും ചിലപ്പോ. അതെ അതെ. പിന്നെ ശ്വാസം നിന്നു പോകുന്ന പോലെ അത്രയും വലിയൊരു സംഭവമൊക്കെ അങ്ങനെ വിഷമിച്ചാൽ അങ്ങനെ വരും, വിറയ്ക്കും, ശരീരം വിറയ്ക്കും. ജാനിയമ്മേ, ആ പുറത്തെ ലൈറ്റ് കത്തണ്ട്, ഇവിടെ അടുക്കളയുടെ അടുപ്പിന്റെ അവിടുത്തെ ലൈറ്റ്. ഹാർട്ട് റേറ്റ് കൂടും അല്ലെ? ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ടൈറ്റ് ആകുന്നത് പോലെ നമുക്കൊരു സ്റ്റിഫായിട്ട് നമുക്ക് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഫിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലെ? ഓടണമെന്നുണ്ടാവും, പക്ഷെ ഓടാൻ പറ്റാത്തത് പോലെയൊക്കെ നമുക്കിങ്ങനെ മസിലൊക്കെ പിടിക്കുന്നത് പോലെ തോന്നും, തല ഇറങ്ങുന്നത് പോലെ. അപ്പോ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ ചേഞ്ചസ് നമ്മുടെ ബ്രീത്തിങ്ങിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഈ രീതിയിൽ നമ്മുടെ ബ്രീത്തിങ്ങിൽ വരുന്ന ചേഞ്ചസ്, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഋതം, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഡേഞ്ചറസ് കണ്ടീഷനിലാണ്, സോ അതിനനുസരിച്ച് അലേർട്ട്നെസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സ്പീഡായിട്ടുള്ള ബ്രീത്തിങ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് വളരെ റെയർ ആയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ് ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക, എപ്പോഴെങ്കിലും ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലൂടെ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ പാനിക് അറ്റാക്ക് വരിക അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് വരിക, എപ്പോഴും ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുക. ഈ ഒരു സമയത്തൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബ്രീത്തിങ്ങിലൂടെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും? ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. യെസ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ ആണല്ലേ അവിടെ. ഇപ്പൊ നമ്മൾ ഓടിയിട്ട് നമുക്ക് ഒരു കിതപ്പ് വരുന്ന സമയത്തുള്ളത് മാത്രമല്ല പറയുന്നത്, അല്ലാതെ നമുക്ക് ചില ഇവന്റ്സ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിങ്ങളൊരു
2000 റുപ്പീസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 2000 റുപ്പീസ് നിങ്ങൾ ഒരാളടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതെടുത്ത് നിങ്ങൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പൊ സംസാരത്തിന്റെ ഇടയ്ക്ക് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അത് ക്യാച്ച് ആയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ പോക്കറ്റിൽ പാൻസിന്റെ പോക്കറ്റിൽ എന്ത് ചെയ്യാണ്, അത് തിരയാണ്, അത് കാണുന്നില്ല. ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താ തോന്നുക, എന്തായിരിക്കും തോന്നുക? നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു. ഒരു വല്ലാത്തൊരു വെപ്രാളം തോന്നും അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും നമുക്ക് ഒരു പരവേശവും വെപ്രാളവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില സ്ട്രെസ്സിലൂടെ പോകുന്ന ആളുകളുടെ ഒരു ബോഡി കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ് ലെവല്, അവരിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നൊക്കെ പറയാം അല്ലെ, അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഉള്ള ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സ്ട്രെസ് ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അല്ലെ? കാരണം നമ്മൾ എല്ലാവരും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സെഡൻറ്ററി ലൈഫിൽ അല്ലെങ്കിൽ ബിസി ലൈഫിൽ നമുക്ക് സ്ട്രെസ് എവിടെ നിന്നും വരാം. സോ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രതിവിധി? സ്ട്രെസ് വരും അല്ലേ, നമ്മൾ വർക്ക് ചെയ്യാണ്, നമുക്ക് എവിടെ നിന്നാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമ്മളെ ബോഡീനെ ഇങ്ങനെ കൊണ്ടുപോകാനാണോ നിങ്ങളുടെ തീരുമാനം? അത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, ഇങ്ങനെ പോയാൽ മതിയോ? അതല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിന് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയമേ ചോദിച്ചു നോക്കാം. ഇപ്പം ഇതിലെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 30 പേരുണ്ട്, നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഈ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ബ്രീത്തിങ് എക്സസൈസ് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പലരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പകുതി വഴിക്ക് നിർത്തുന്നുണ്ട് അല്ലെ? ചിലവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഫോക്കസ് കിട്ടുന്നില്ല അല്ലെ? അപ്പോ മെഡിറ്റേഷൻ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്, അല്ലെ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയാമോ? അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് മെഡിറ്റേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാംനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? മൈൻഡ് ആൻഡ് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നൊക്കെയുള്ള കുറെ ആഗ്രഹങ്ങൾ. അതായത് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? എന്തൊക്കെയോ മിസ്സിംഗ് ആണ്, എനിക്ക് പറ്റുന്നില്ല, റൈറ്റ്? അപ്പൊ എനിക്കൊരു ശാന്തത കിട്ടിയേ മതിയാവുള്ളൂ. അപ്പൊ അത് കിട്ടാൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തവരുണ്ടാവും, ചില ആൾക്കാർ ആരെങ്കിലും റെഫർ ചെയ്തത് കൊണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയവരുണ്ടാവും. ഇതിൽ മെഡിറ്റേഷൻ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണോ? ചെയ്യാറുണ്ട്. അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു ശാന്തത കിട്ടുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു സമാധാനത്തിൽ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു സ്ട്രെസ് എന്നൊക്കെ മാറി വില കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്തത് എന്താണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ അല്ലെ, സമാധാനം. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിറ്റേഷന്റെ എൻഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് എസൻസിലേക്ക് എത്താനായിട്ട് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന റൂട്ട് ബ്രീത്തിലൂടെ നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ
പലപ്പോഴും പല ആൾക്കാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാറില്ല, ചില കളേഴ്സ് വരുന്നില്ല, ലൈറ്റ്സ് വരുന്നില്ല, ചില ഇമാജിനേഷൻ അവർക്ക് ക്ലിക്ക് ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന പറയുന്നത് ബ്രീത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു സയന്റിഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഡെപ്തിലേക്ക് നമുക്കൊന്ന് പോവാം. ബ്രീത്തിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നെർവിയസ് സിസ്റ്റവുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ സയൻസ് പരമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ മെയിൻലി അതാണ് അതിൻ്റെ ഒരു പർപ്പസ് അല്ലേ. നെർവിയസ് സിസ്റ്റവുമായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സമാധാനത്തോടെയുള്ള ഓരോ ശ്വാസവും നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്പീഡ് ബ്രീത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അലേർട്ടിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ബ്രെയിനിൽ കൊടുക്കുന്നതെങ്കിൽ, കോൺഷ്യസ്ലി നമ്മൾ എടുക്കുന്ന ഓരോ ഡീപ്പ് ബ്രീത്തും എന്തായിരിക്കും നമ്മുടെ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എന്തായിരിക്കും? ഡീപ്പായി വളരെ സ്ലോ ആയി കോൺഷ്യസ്ലി എടുക്കുന്ന ഓരോ ബ്രീത്തും നമ്മുടെ ബ്രെയിനിനോട് എന്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? എന്തായിരിക്കും? നമ്മൾ ഭയങ്കര ശാന്തതയിലാണ്, സ്റ്റേബിൾ ആണ് അല്ലേ? രക്ഷിതയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും നമ്മളെ ആ ഒരു അലേർട്ടിംഗ് കണ്ടീഷന് ഒന്ന് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് ആൻഡ് ഹീൽ സിസ്റ്റത്തിലേക്ക് നമ്മളെ മാറ്റാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആ ഒരു ബ്രീത്തിന്റെ റിഥം മാറ്റി കൊടുക്കുകയാണ് മെഡിറ്റേഷനിൽ വന്നാൽ ചെയ്യുക അല്ലേ. അപ്പൊ മെഡിറ്റേഷൻ കൊടുത്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ ആ ഒരു ബ്രീത്തിങ്ങിലുള്ള റിഥമാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇനീഷ്യലി നമുക്ക് അവരെ പിടിച്ചിരുത്തി നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യ്, തോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ? നടക്കുമോ? ഇല്ല. അപ്പൊ ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ വളരെയധികം കോൺഷ്യസ്ലി സാവധാനത്തിൽ സ്ട്രെസ് കൊടുക്കാതെ വളരെയധികം റിലാക്സ് ചെയ്തിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എപ്പോഴും നിങ്ങൾ ആ ഒരു ശാന്തമായ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു ആർ വെരി സേഫ് ആൻഡ് വെരി പീസ്ഫുൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാം ബ്രീത്ത് എന്ന് പറയുന്നത് റിലാക്സിങ് ആണ് എന്നും ഫാസ്റ്റ് ബ്രീത്ത് എന്ന് പറയുന്നത് ഫിയർ ആണ് എന്നും നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റിൽ വരുന്ന സമയത്ത് നമ്മുടെ അമിഗ്ഡാല ആക്ടിവേറ്റഡ് ആകുന്നു എന്നും അവിടെ അലേർട്ടിംഗ് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് അത് സ്ട്രെസ് ഹോർമോൺ ആകുന്നു, കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഒരു ഇംബാലൻസിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിനെ എങ്ങനെ ഇതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ന്യൂറോ സയൻസ് പ്രകാരം ബ്രീത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ അമിഗ്ഡാലയുമായിട്ട് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സുമായിട്ട് നമ്മുടെ ചിന്തയുടെ കേന്ദ്രം, അതുപോലെ ഭയത്തിന്റെ കേന്ദ്രം, ഇതൊക്കെ ആയിട്ട് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അതുപോലെ ഹാർട്ട് റേറ്റിന്റെ വേരിയബിലിറ്റീനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ ബ്രീത്ത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ പ്രസന്റ് മൂമെന്റിലാക്കി എടുക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നതും ഏതാണ്? ബ്രീത്തിങ് ആണ്. ഇൻ അവർ ടേം, അതായത് മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് സ്പിരിച്വൽ ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി സെൻസേഷണൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ സെൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട മെഡിറ്റേഷൻസിലൊക്കെ തന്നെ ബ്രീത്തിങ്ങിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ബ്രീത്തിങ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്ത് വർക്കിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ലെയർ ഓഫ് ബീയിങ് എന്ന് പറയും, നമ്മുടെ ഫിസിക്കൽ ബീയിങ് ആയിക്കോട്ടെ, ഇമോഷണൽ ബീയിങ് ആയിക്കോട്ടെ, അതുപോലെ എനർജറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ബീയിങ് ആയിക്കോട്ടെ, എല്ലാ ഇമോഷൻസിനെയും നമ്മുടെ ഫിസിക്കൽ ലെവലിനെയും ഫിസിക്കലി നമ്മുടെ ബോഡിയിലുള്ള സെൽ ആക്ടിവേഷനും നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിനും എല്ലാം ഒരൊറ്റ എസൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ബ്രെത്ത്. ഓക്കെ, അപ്പോൾ
ബ്രീത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം പ്രാണ എന്ന് പറയും. എന്താണ് പ്രാണ അഥവാ ലൈഫ് ഫോഴ്സ് എനർജി. നമ്മൾ അതിനെ ഡെപ്തിൽ നോക്കുന്നതായിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ബ്രെത്ത് വർക്ക് ചെയ്യുന്നത് എന്നും കൃത്യമായിട്ട് റിഥമെറ്റിക് ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ഇമോഷണൽ ബീയിങ് ആൻഡ് ആസ് വെൽ ആസ് എനർജറ്റിക് ബീയിങ്ങിനെ നമുക്ക് വളരെ ആക്റ്റീവ് ആക്കി പവർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സോ ബ്രീത്ത് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് എല്ലാ രീതിയിലും നമുക്ക് മെഡിറ്റേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് നമ്മുടെ ഏരിയ ആയതുകൊണ്ട് ഞാനത് എൻഹാൻസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡെയിലി ലൈഫിൽ വെദർ നിങ്ങൾ മെഡിറ്റേഷന് ടൈം സ്പെൻഡ് ചെയ്തോ ഇല്ലയോ, ബ്രീത്ത് വർക്ക് നിർബന്ധമായിട്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ആൻഡ് റിഥമെറ്റിക് ആയിട്ടുള്ള ബ്രീത്തിങ് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? മെയിൻലി കുറച്ച് ബെനിഫിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രെത്ത് കൺട്രോൾ ദ മൈൻഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബ്രീത്തിങ് ഡയറക്റ്റ്ലി നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സേഫ് ആണ്, കാം ആണ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാനും നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മളെ കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തത്, ബ്രെത്ത് ആക്ടിവേറ്റ് ദ ഹീലിംഗ് സ്റ്റേറ്റ്. ആഴത്തിലുള്ള ഓരോ ശ്വാസവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ റിലാക്സ് ആയി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ബോഡി റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ഡൈജഷൻ ആയിക്കോട്ടെ, സെൽ റിപ്പയറിങ് ആയിക്കോട്ടെ, ഹോർമോണൽ ബാലൻസിങ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത് നമ്മൾ ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തുടരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വെൻ നമ്മുടെ ബോഡി ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ വരുമ്പോൾ ആദ്യം അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ്. നമുക്കറിയാം അല്ലേ, കോർട്ടിസോൾ കൂടുന്നതിനനുസരിച്ച് ഏറ്റവും അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും നമ്മുടെ സ്റ്റൊമക്കിലെ മൈക്രോബയോട്ട എന്ന് പറയും. ആ ഒരു സ്റ്റൊമക്ക് അറ്റ്മോസ്ഫിയറിനെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പവർ ഹൗസ് എന്നാ പറയാ അല്ലെ. ആ പവർ ഹൗസിൽ തന്നെ ഡാമേജ് വരുത്താനായിട്ട് കാരണക്കാരനാകുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഒരു കാം സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ബ്രീത്തിങ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നോക്കിയപ്പോൾ എത്രമാത്രം ബെനിഫിറ്റ് ആണ്, എത്രമാത്രം കാര്യങ്ങളാണ് നമുക്കതിൽ കൃത്യമായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലെ, നമ്മൾ അറിയാതെ പോയ ഒരുപാട് എസെൻസ് ഉണ്ട് അതിനുള്ളിൽ. നമ്മൾ ശ്വാസം എടുക്കുന്നു, ഇപ്പോൾ റഹ്മത്ത് മാം പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. നമുക്ക് വേണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു, നാച്ചുറലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിരയാണ് അല്ലേ. ഏറ്റവും വിലയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം എന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ശ്വാസം അല്ലേ. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ആ ഒരു സിറ്റുവേഷനിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? ശ്വാസം. അപ്പോ നമ്മൾ ഇവിടെ എക്സിസ്റ്റഡ് ആണ് അല്ലെ, നമ്മളൊരു കംപ്ലീറ്റഡ് ഫോമിലാണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി. സ്റ്റിൽ വി ടേക്ക് ദാറ്റ് അല്ലെ. ഇപ്പോഴും ഒരു ക്ഷാമവും ഇല്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്കൊന്നുമില്ല, നമുക്ക് പറ്റുന്നില്ല അല്ലെ. ഫുൾ തെരച്ചിലാണ്, നമ്മൾ എല്ലായിടത്തും നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം അത് ഇപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വാല്യൂ തിരിച്ചറിഞ്ഞ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ തരുന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഇന്റേണൽ അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം?
ഒരു റിലാക്സിങ് മോഡിലേക്ക് മാറുക അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമുക്ക് ഉറക്കം പോലും കിട്ടാറില്ല അല്ലേ? നമ്മൾ പറയാറില്ല ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്, രാത്രി മര്യാദക്ക് ഉറക്കവുമില്ല, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ഷീണവുമാണ് അല്ലേ? അപ്പൊ അത്തരത്തിൽ ഉറക്കം കിട്ടാത്ത ഒരാളുടെ ബോഡി റിപ്പയറിംഗ് ഒക്കെ എങ്ങനെയാ നടക്കുക? അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഒരു കാം നേച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്ന റിതമെറ്റിക് ആയിട്ടുള്ള ബ്രീത്തിങ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി കുറച്ചും കൂടി നമ്മൾ സ്പിരിച്വലി അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ ഭാഷയിൽ ഇതിനെ കുറച്ചും കൂടി നമ്മൾ ഡെപ്തിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഡീപ്പ് ബ്രീത്ത് കൊടുക്കുന്ന സോൾ സിഗ്നൽ എന്ന് പറയും. നമ്മുടെ സോളിന്, ഇന്നർ സെൽഫിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഐ ആം കംപ്ലീറ്റ്ലി സേഫ്, ഐ ക്യാൻ ഹീൽ മൈ സെൽഫ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള സ്റ്റോർഡ് മെമ്മറീസ് ഉണ്ടാവും, സ്റ്റോർ ഇമോഷൻസ്. ഈ നെഗറ്റീവ് എമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോർഡ് ഇമോഷൻസിനെ റിലീസ് ചെയ്യാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നതും എന്താണ്? ബ്രീത്തിങ് ആണ്. നമ്മുടെ നെർവിയസ് സിസ്റ്റത്തിനെ നമുക്ക് റിലാക്സ് ചെയ്യാം എന്ന് പറഞ്ഞു, നമ്മുടെ ബോഡീനെ ഒരു റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ആ ഒരു ഹെവിനെസ് അല്ലേ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിന്റെ ഭാണ്ഡം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? ബ്രീത്തിങ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ്, ബ്രീത്ത് അവേക്കൻസ് പ്രാണ. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആണ് ബ്രെത്ത് അവേക്കൻസ് പ്രാണ അഥവാ ലൈഫ് ഫോഴ്സ് എനർജി. അക്കോർഡിംഗ് ടു യോഗ ആൻഡ് ആയുർവേദ ആൻഡ് ആൻഷ്യന്റ് വിസ്ഡം, യോഗിക് ഫിലോസഫി പ്രകാരമൊക്കെ ബ്രെത്ത് എന്ന് പറയുന്നതിനെ പ്രാണശക്തി എന്ന് പറയും. ജപ്പാനിൽ അതിനെ ചി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, തായ് ചി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ മൂവ്മെന്റ് അവർക്ക് ട്രഡീഷണലി വരുന്നൊരു എക്സസൈസ് എന്നുള്ള ഒരു ഫിസിക്കൽ മൂവ്മെന്റ് വരുന്നുണ്ട്, തായ് ചി. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, അക്യുപഞ്ചറിലൊക്കെ പഠിക്കുന്നു അല്ലേ? അപ്പൊ അതില് അറിയാലേ, നമ്മുടെ ആ ഒരു ബ്രീത്തിന്റെ ഋതത്തിനനുസരിച്ച് ജസ്റ്റ് നമ്മുടെ ബോഡി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. വളരെ റിതമെറ്റിക്കലായി വളരെ സ്ലോ ആയിട്ട് ആ ബ്രീത്തിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക അല്ലേ? യെസ്, അധികം ഫിസിക്കലി എന്താ പറയാ ഇന്റൻസിറ്റി ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്, വളരെ റിലാക്സിംഗ് ആണ്. അപ്പോ ബ്രെത്ത് എന്ന് പറയുന്നത് പ്രാണശക്തി എന്ന് നമ്മൾ പറയും. അതായത് പ്രാണ എന്ന് പറയുന്നത് ലൈഫ് ഫോഴ്സ് എനർജി. നമ്മുടെ ശരീരത്തിലെ 72,000 നാഡികളിലൂടെ സദാസമയം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവശക്തി അല്ലെ, അങ്ങനെ പറയാം. അപ്പം യോഗിക് ഫിലോസഫി പ്രകാരം ബ്രെത്ത് എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? പ്രാണശക്തി. പ്രാണശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ 72,000 നാഡികൾ വഴി സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവശക്തി. ഈ ഒരു നാഡികളെയാണ് നമ്മൾ അക്യുപഞ്ചറിൽ എയർവേ എന്ന് പറയുന്നത്. ഓക്കെ, എനർജറ്റിക്കൽ എയർവേ എന്നൊക്കെ പറയും. ഇത് ഫിസിക്കലി അപ്പിയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ദാറ്റ്സ് എനർജറ്റിക്കൽ എയർവേ. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, ബ്രെത്ത് എന്ന് പറയുന്നത് പ്രാണശക്തി അഥവാ ലൈഫ് ഫോഴ്സ് എനർജി ആണ്. അപ്പൊ ഇത് സദാസമയം ഈ ഒരു എയർവേയിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ സങ്കല്പിക്കാം. When a person suppress any unwanted emotion, ഏതെങ്കിലും ഒരു വ്യക്തി നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ ഇമോഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഇൻ മോഷൻ, എനർജി ഇൻ മോഷൻ. ദാറ്റ് മീൻസ് മൂവിങ് എനർജി എന്ന് പറയാം. ഇമോഷൻ മീൻസ് മൂവിങ് എനർജി. സോ നമ്മുടെ ആ ഒരു എയർവേയിൽ കൂടെ സദാ നമ്മുടെ തോട്ട്സിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. When we suppress this emotion, ഒരു നെഗറ്റീവ് ഇമോഷനെ നമ്മൾ അവിടെ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന എയർവേയില് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? എന്തായിരിക്കും സംഭവിക്കാം? എന്തായിരിക്കും സംഭവിക്കാം? ബ്ലോക്ക് വരും. യെസ്, ബ്ലോക്ക് വരെ അല്ലേ? അപ്പോ ആ എയർവേയിൽ എന്താണ്? ബ്ലോക്കുകൾ വരുന്നു, സ്റ്റക്ക് വരികയാണ്. ഈ രീതിയിൽ സ്റ്റക്നെസ് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് ചക്രാസിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ ഊർജം ഒഴുകുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. ജീവശക്തി ഒഴുകുന്ന എനർജി സെന്റേഴ്സിനെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, 7 മർമ്മങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ചക്രാസ് വർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഏറ്റവും താഴെ ഭാഗത്ത്, 2 നമ്മുടെ നാഭി നേവലിന് തൊട്ട് താഴെ, അടുത്തത് ഉദരത്തില്, ദെൻ നെക്സ്റ്റ് വൺ ഹാർട്ട്, ദെൻ ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ടോപ്പ് ഓഫ് ദ ഹെഡ്, ക്രൗൺ. 7 ചക്രാസ് ആണ് വരുന്നത്. ഇവയെല്ലാം തന്നെ മർമ്മസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മർമ്മത്തിന് ക്ഷതം സംഭവിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതം സംഭവിച്ച എന്താ സംഭവിക്കാന്ന് നമുക്ക് അറിയാം അല്ലേ? സോ വി ക്യാൻ ഈസിലി കണക്ട് ദാറ്റ്. ജീവശക്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മർമ്മങ്ങളെയാണ് നമുക്ക് ചക്രാസ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു എനർജി സെന്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചക്രാസ് എന്ന് പറയുന്നത്. സോ ഒരു പേഴ്സൺ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് സപ്രസ് ചെയ്യുമ്പോൾ അവ ഈ പറയുന്ന എയർവേയില് ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ഈ എനർജി ഫ്ലോ ഇംബാലൻസ് ആക്കുകയും ചെയ്യും. ഈ രീതിയിൽ അത് ഇംബാലൻസ് ആയാൽ ഒബ്വിയസ്ലി അത് എന്തിനേയും ബാധിക്കും? ചക്രാസിനെയും ബാധിക്കും. അപ്പോൾ ഓരോ ചക്രയും സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇമോഷൻസും ചില ഫങ്ഷൻസും ക്യാരി ചെയ്യുന്നുണ്ട്. അതിൽ പ്രോബ്ലംസ് വരാൻ തുടങ്ങും. ആ പ്രോബ്ലംസ് വരുന്നത് എങ്ങനെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ആ ഒരു ഏരിയ പരിചയമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഈ ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഇതൊക്കെ റിലേറ്റഡ് ആയിരിക്കും മാം? സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മറ്റു കാര്യങ്ങളും കൂടി അറിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ ബോഡി കണ്ടിന്യൂസ്ലി ഒരു ഫിയർഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ബാക്ക് പെയിൻ ആൻഡ് ബോഡി ഇൻഫ്ലമേഷൻ ഓൾസോ. ഓക്കെ, ബോഡി ഇൻഫ്ലമേഷൻ വരിക, ബാക്ക് പെയിൻ വരിക, കുറച്ചധികം സമയം നമ്മൾ നിൽക്കുന്ന സമയത്ത് ബാക്ക് പെയിൻ വരിക, അതുപോലെ നമ്മുടെ ലെഗിൽ പെയിൻ വരിക. ഇതൊക്കെ നമ്മൾ പറയില്ലേ ഫിയർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹെവി ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫിയർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട് എങ്കിലാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത്. ഓക്കെ, ഓക്കെ മാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഈ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബ്രെത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണം. ഓക്കെ, ലൈഫ് ഫോഴ്സ് എനർജി, അത് നമ്മുടെ എയർവേയിൽ കൂടെ സദാ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പലതരത്തിലുള്ള ഇമോഷൻസ്, ഇപ്പോൾ ഫിയർ പറഞ്ഞു, ഗിൽട്ട്, ഷെയിം, സപ്രഷൻ ഓഫ് ഇമോഷൻസ്, ലോ സെൽഫ് ലവ്, ഹേറ്റ്രഡ്, ജലസി, ഗ്രിഫ്, ലൈസ്, ഇല്യൂഷൻസ്, ഇതൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദർ ഇസ് ഹൈ പോസിബിലിറ്റി ടു ബ്ലോക്ക് ഈ ഒരു എയർവേയിൽ. ആ എയർവേ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനർജി ഫ്ലോ ഇംബാലൻസ് ആവും. അത് ചക്രാസിനെ നന്നായിട്ട് ബാധിക്കും. ചക്രാസിലെ ഡിസലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫിസിക്കലിയും ഇമോഷണലിയും ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിറ്റേഷനിൽ ബ്രീത്ത് വർക്ക് എങ്ങനെ കമ്പൈൻ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഏതെങ്കിലും ഭാഗം പറയണോ, റിപ്പീറ്റ് ചെയ്യണോ?
ഹലോ, കേൾക്കാവോ? മാം 7 ചക്രാസ് പറഞ്ഞില്ലേ, അതിന്റെ മുതൽ ഒന്നുകൂടി പറയൂ. 7 ചക്രാസിന്റെ പേരാണോ വേണ്ടത്? അവിടുന്ന് മുതൽ കുറച്ചും കൂടി ഒന്ന് പറയാം. അതായത് ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ 7 മർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ചക്രാസിനും സ്പെസിഫിക്കൽ ആയിട്ടുള്ള ചില ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട റൂട്ട് ചക്രയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ സേഫ്റ്റി ആണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ സേഫ്റ്റി ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഫിയർ ആണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിലെ പല ഏരിയാസ്, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻ, കരിയർ, ഇതൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് നമ്മുടെ റൂട്ട് ചക്രേനെ ഇംബാലൻസ് ആക്കും എന്നാണ് പറയുന്നത് മെയിൻലി. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിലേക്കുള്ള ആ ഒരു എനർജി ഫ്ലോ ലൊക്കേറ്റഡ് ആകും എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് മൂവ് ടു യുവർ നേവൽ. നിങ്ങളുടെ നേവൽ പൊസിഷനിൽ വരുന്നത് സേക്രൽ ചക്രയാണ്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയിലാണ്. അത് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ ഗിൽട്ട് ആൻഡ് ഷെയിം ആണ്. കുറ്റബോധം, നാണക്കേട് എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ സോളാർ പ്ലെക്സസ് ചക്രയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബ്ലോക്ക് ആവുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ സപ്രഷൻ ഓഫ് ഇമോഷൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ ആഗ്രഹങ്ങളായിക്കോട്ടെ, വേദനകളാണെങ്കിൽ, ആവശ്യങ്ങളാണെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാതെ അടക്കി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റൊമക് ബേസ് ആയിട്ടുള്ള ചക്രാസിലായിരിക്കും പ്രോബ്ലംസ് വരിക. അത് നിങ്ങളെ സ്റ്റൊമക് അപ്സെറ്റിലേക്കും ഫെർദർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ചക്രാസിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ആ ഒരു എനർജി ഫ്ലോ ഡിസ്ലൊക്കേറ്റഡ് ആവും ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഓരോ വ്യക്തികൾക്കും ഒരുപാട് രീതിയിലുള്ള സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടാവും. ഇനീഷ്യലി നമ്മുടെ മെഡിറ്റേഷനിൽ വരുമ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാന്ന് പറയുന്നത് പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിലൊരു എക്സ്റ്റെന്റ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്രീത്തിലൂടെ നമുക്ക് ഇമോഷൻസിനെ കുറെ റിലീസ് ചെയ്ത് കളയാനും നമ്മുടെ ബോഡി ഒരു കാമിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബ്രീത്തിങ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോ മെഡിറ്റേഷനിൽ ഡിഫറെന്റ് ഫേസസ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ബ്രെയിൻ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബീറ്റ, ആൽഫ, അല്ലെ? ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അധിക ഡെപ്തിൽ പോകാൻ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ എങ്ങനെയാണ് ഈ ബ്രീത്ത് വർക്ക് നമ്മുടെ മെഡിറ്റേഷനിൽ ഒരു ഡോർ വേ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റേജ് ബീറ്റ അല്ലെങ്കിൽ ആക്റ്റീവ് മൈൻഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ആ ഒരു സ്റ്റേറ്റിനെ പറ്റി കുറച്ചും കൂടി ഡെപ്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ടെൻഷനോടെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറീഡ് ആയിരിക്കുക, സ്ട്രെസ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. തിങ്കിങ്, വാണ്ടറിങ് മൈൻഡ്, സ്ട്രെസ്ഫുൾ മൈൻഡ്, ഈഗോ ഡോമിനന്റ്, വറീസ്, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫ് ഓക്കെ അല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഒട്ടും ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഐ വോണ്ട് ടു ചേഞ്ച്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ. എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സ് നിറച്ചും പേടിയും ടെൻഷനും ഓവർ തിങ്കിങ്ങും, ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാണ്ടറിങ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ബീറ്റ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ബ്രീത്ത് എങ്ങനെയായിരിക്കും? വെരി ഫാസ്റ്റ് അല്ലേ? നമ്മൾ വളരെ ടെൻഷനായിട്ടായിരിക്കും, വളരെയധികം വറീസിലായിരിക്കും അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബ്രീത്തിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഒരു അലേർട്ടിങ് കണ്ടീഷനിലായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് മെജോറിറ്റി ആൾക്കാരും മെഡിറ്റേഷനിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ ഡയറക്റ്റ്ലി അവർക്കൊരു ഫോക്കസ് ബേസ്ഡ് മെഡിറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് എന്ത് പറ്റാറില്ല, കൃത്യമായിട്ട് ഇമേജസ് ഫോക്കസ് ചെയ്യാനോ കൂടുതൽ സമയം മെഡിറ്റേഷനിൽ ഇരിക്കാനോ ഒന്നും സാധിക്കാതെ ഒന്നുകിൽ അവർ പകുതി വഴിക്കിട്ടിട്ട് പോവും, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് മൊത്തത്തിലൊരു മടുപ്പ് തോന്നാൻ തുടങ്ങും.
അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വരുമ്പോൾ മെഡിറ്റേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ വി ട്രൈ ടു പ്രാക്ടീസ് ദാറ്റ്. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് മെഡിറ്റേഷൻ എന്ന് പഠിക്കുന്നതിന് മുൻപേ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് എന്നല്ല, നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻ എടുക്കുന്നു, കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. കുറേ സമയം ചെയ്ത് നമുക്കത് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എല്ലാവർക്കും അല്ല പറഞ്ഞത്, പലർക്കും അതിനൊരു മടുപ്പ് വരും. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല ഈ കണ്ണും അടച്ച് ഒന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാ പറയാ. അതിനർത്ഥം എന്താ? അവരുടെ മനസ്സിലുള്ള കാര്യം ഒന്നും ചിന്തിക്കരുത്, തോട്ട്ലെസ്നെസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തോട്ട്ലെസ്നെസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നിങ്ങൾക്ക് അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന എൻഡ് ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗാമ സ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് അത്രയും എന്താ പറയാ കണ്ടിന്യൂസ് പ്രാക്ടീഷണർ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും സ്വപ്നം കാണാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നിങ്ങൾ വന്ന സമയത്ത് തന്നെ ഇരുന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ? നടക്കുവോ? ഇല്ല. അപ്പോ നമ്മൾ എന്താണ് ഇനീഷ്യലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരെ പതുക്കെ ഈ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് പതുക്കെ അവർ ഓരോ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബ്രീത്തിലൂടെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടക്കൂടെ നമുക്ക് പതുക്കെ ബോഡി റിലാക്സേഷൻ മെഡിറ്റേഷനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ബോഡി റിലാക്സേഷൻ, ബോഡി സ്കാനിങ് മെഡിറ്റേഷൻ ഒക്കെ കൊടുത്ത് അവർ പതുക്കെ അവരിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രീത്ത് എന്ന് പറയുന്നത് ഡയഫ്രമെറ്റിക് അല്ലെങ്കിൽ ബെല്ലി ബ്രീത്തിങ് എന്ന് പറയും. നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് ആ വ്യക്തിയെ പതുക്കെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യിക്കാനായി ഏറ്റവും ആദ്യം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്, ഇതിനു മുന്നേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരൊരു ബ്രീത്ത് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരു റിതമെറ്റിക് ആയ സ്ലോ ബ്രീത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. നോർമൽ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് അവരൊരു നോർമൽ ബ്രീത്തിൽ കുറച്ച് സമയം സ്റ്റേ ചെയ്തതിന് ശേഷം then you can move to your diaphragmatic breath, belly breath എന്ന് പറയും. ഓക്കെ, മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ട് എനർജിയാണ്, ലോവർ ചക്രാസിലാണ്. നമ്മുടെ റൂട്ട് ചക്ര, അതുപോലെ സേക്രൽ ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര. നിങ്ങൾ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ മാത്രം നോട്ട് ചെയ്താൽ മതി. സ്പൈൻ ഏരിയ, ലോവർ അബ്ഡോമിൻ, സ്റ്റൊമക്, ഈ 3 ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഫ്രമെറ്റിക് ബ്രീത്ത് എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ചക്രാസ് പഠിക്കുന്നവർക്കറിയാം, ലോവർ ആയിട്ടുള്ള ചക്രാസിന്റെ പ്രത്യേകത നമ്മളെ സേഫ് ആക്കുക, ഗ്രൗണ്ടഡ് ആക്കുക, സെൽഫ് സെന്റേർഡ് ആക്കുക എന്നുള്ളതാണ്. സോ ഒരു വ്യക്തിനെ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അടിസ്ഥാനം ശരിയാക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഫിയർ എന്ന് മാറ്റിയിട്ട് സേഫ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സോ അതിനാണ് ഈ ലോവർ ചക്രാസിനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബെല്ലി ബ്രീത്ത് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഡയഫ്രമെറ്റിക് ബ്രീത്ത് ഇവിടെ ഫ്രീക്വൻസി മാസ്റ്റേഴ്സിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയഫ്രമെറ്റിക് ബ്രീത്ത് അറിയാം. ഒരാളൊന്ന് പറയാവോ എങ്ങനെയാണ് ഡയഫ്രമെറ്റിക് ബ്രീത്ത് ചെയ്യുന്നതെന്ന്? ഒന്ന് പറയാവോ ആരെങ്കിലും? ബെല്ലി ബ്രീത്ത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറുള്ളതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യോ? നമ്മള് ഈ വയറ് നല്ലപോലെ വീർക്കുന്നിടം വരെ ശ്വാസം എടുത്തിട്ട് കുറച്ചു നേരം അത് സസ്റ്റെയിൻ ചെയ്ത് എന്നിട്ട് അതിന്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടുന്നത്. യെസ്, ഓൾമോസ്റ്റ് ഒരു ഇൻഹേൽ ഒരു 4 സെക്കൻഡ്സ് കൊണ്ട് ഇൻഹേൽ ചെയ്യുക, ഒരു 6 to 8 സെക്കൻഡിനുള്ളിൽ റിലീസ് ചെയ്യുക. അതായത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. വളരെ കാമായിട്ട് ആദ്യം 1-2 നോർമൽ ബ്രീത്ത് എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ബെല്ലി നന്നായിട്ട് ബലൂണ് പോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കുക. Then squeeze your belly and release.
Again, expand your belly like a balloon and squeeze your belly. Okay? ഈ ഒരു ഡയഫ്രഗ്മാറ്റിക് ബ്രീത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ഏരിയയിൽ, അതായത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പൈൻ ഏരിയയിലേക്ക് മൈൻഡ് ഫോക്കസ് ചെയ്ത് ബ്രീത്ത് എടുക്കുക. ദെൻ അതുപോലെ നേവലിലേക്ക്, ദെൻ നിങ്ങളുടെ സ്റ്റൊമക്കിലേക്ക്. 3 രീതിയിൽ നിങ്ങൾ ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബോഡിയുടെ ലോവർ ഏരിയയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മൂവ് ടു സെക്കൻഡ് വൺ, ബോക്സ് ബ്രീത്ത്. എന്തായിരുന്നു ബോക്സ് ബ്രീത്ത്? നമ്മുടെ ഹാർട്ടിനും ലങ്സിനും എക്സ്പാൻഷൻ കൊടുക്കാനും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മേജർ നെർവ്സ് എന്ന് പറയും, ഇഡ പിംഗല എന്ന് പറയും, ഫെമിനിൻ ആൻഡ് മസ്കുലിൻ എനർജി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സുഷുമ്ന നാഡിയുടെ ഇടവും വലവുമായിട്ട് പിണഞ്ഞു കിടക്കുന്ന 2 നാഡികൾ എന്നാണ് പറയുന്നത്. ആ 2 നാഡികളെയാണ് നമ്മൾ ഇഡ പിംഗല എന്ന് പറയുന്നത്, മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി എന്ന് പറയും. അപ്പോൾ ആ ഒരു എനർജീനെ കമ്പൈൻ ചെയ്യാനും നമ്മുടെ ഹാർട്ട് ആൻഡ് ലങ്സിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളെ ലോജിക്കലിയും ഇമോഷണലിയും ഒരുപോലെ ഒന്ന് കണക്ട് ചെയ്ത് എംപവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബോക്സ് ബ്രീത്തിങ് സഹായിക്കും എന്നുള്ളതാണ്. അതായത് ബോക്സ് ബ്രീത്തിങ്ങിന്റെ പ്രത്യേകത 4 സെക്കൻഡിൽ ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡിൽ ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡിൽ എക്സേൽ ചെയ്യുക, 4 സെക്കൻഡിൽ ഹോൾഡ് ചെയ്യുക. ആ ഒരു ബോക്സ് രീതിയിൽ സ്ക്വയർ ബ്രീത്തിങ് എന്നും കൂടി അതിന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു മെയിനായിട്ട് ഈ ഒരു ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഇമോഷണൽ സൈഡും അതുപോലെ തന്നെ ലോജിക്കൽ സൈഡും മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജീനെ ഒരുപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ബോക്സ് ബ്രീത്ത് അല്ലെങ്കിൽ സ്ക്വയർ ബ്രീത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ലോവർ സൈഡ് എക്സ്പാൻഡ് ചെയ്ത് ബ്രീത്ത് ഒക്കെ കൊടുത്തൊന്ന് റിലാക്സ് ചെയ്തു. ദെൻ നമ്മുടെ ലോജിക്കൽ ആൻഡ് നമ്മുടെ ഹാർട്ട് ആൻഡ് ലെൻസ് ഏരിയയിലേക്ക് വന്നു, അവിടെ ഒരു കാംനെസ് കൊടുത്തു. അതോടൊപ്പം തന്നെ ഹാർട്ടിന് തന്നെ വരുന്ന അടുത്തൊരു ബ്രീത്ത് ആണ് ബാലൻസ് ബ്രീത്ത് അഥവാ കോഹറന്റ് ബ്രീത്തിങ് എന്ന് പറയും. കോഹറന്റ് ബ്രീത്തിങ്, ബാലൻസ് ബ്രീത്ത് എന്ന് പറയും. അതായത് 5 സെക്കൻഡിൽ നിങ്ങൾ ഇൻഹേൽ ചെയ്താൽ 5 സെക്കൻഡിൽ തന്നെ എക്സേൽ ചെയ്യുക. 6 സെക്കൻഡിൽ നിങ്ങൾ ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 സെക്കൻഡിൽ തന്നെ എക്സേൽ ചെയ്യുക. ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്, ഫീൽ യുവർ ഹാർട്ട് ബീറ്റ്. അതാണ് ബാലൻസ് ബ്രീത്തിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കാൻ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രീത്തിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തന്നെ ആ വ്യക്തി പതുക്കെ ബീറ്റ ലെവലിൽ നിന്നും ബീറ്റ സ്റ്റേറ്റിൽ നിന്നും ആൽഫ സ്റ്റേറ്റിലേക്ക് പതുക്കെ എൻട്രി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. കൃത്യമായി അതിനൊരു ഇൻസ്ട്രക്ഷനോട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ അവരുടെ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നും അവരെവിടെ എത്തിയിട്ടുണ്ടാവും? ആൽഫ സ്റ്റേറ്റിന്റെ ഇനീഷ്യൽ ഫേസിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നാ പറയാ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്നാണ് അതിനെ പറയാ. അതായത് ബീറ്റ എന്ന് പറയുന്ന തിങ്കിങ് മൈൻഡിന്റെയും തീറ്റ എന്ന് പറയുന്ന മെഡിറ്റേറ്റീവ് മൈൻഡിന്റെയും ഇടയ്ക്കുള്ള ആളാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ആൽഫ എന്ന് പറയുന്നത് മെഡിറ്റേഷന്റെ ആദ്യത്തെ ഫേസ് ആണ്. നമുക്ക് കുറച്ച് സമയം സമാധാനത്തോടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ആൽഫ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അതിൽ എത്രമാത്രം കോൺസെൻട്രേഷനോടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഡെപ്തിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെഡിറ്റേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആൽഫയാണ്. അതിന് നമ്മൾ പറയുന്നത് ഗേറ്റ് വേ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് തീറ്റ എന്നാ പറയും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത 3 ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒന്ന് ബെല്ലി ഓർ ഡയഫ്രമാറ്റിക് ബ്രീത്ത്, അതിനുശേഷം ചെയ്തത് ബോക്സ് ബ്രീത്തിങ് ആണ്, ദെൻ ചെയ്തിരിക്കുന്നത് കോഹറന്റ് ബ്രീത്തിങ് ആണ്. അപ്പം അത്രയും കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ബോഡി സെൻസേഷണൽ അല്ലെങ്കിൽ അവരുടെ ബോഡി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ അവിടെ കൊടുക്കാം. അതോടുകൂടി അവർ ഒരു
കുറച്ചൊരു കാമിങ് നേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവും. അത് കുറച്ച് ദിവസം 1, 2, 3 ദിവസം അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ പിന്നീട് അവർക്ക് പതുക്കെ അവരറിയാതെ തന്നെ അവരിൽ ചില ചേഞ്ചസ് വരുന്നു. അവർ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, പതുക്കെ എൻട്രി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഓരോ റിസൾട്ട് പറയാൻ തുടങ്ങും. മാം എനിക്ക് കുറച്ച് റിലാക്സേഷൻ തോന്നുന്നുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ട്, കുറച്ചധികം സമയം ഇരിക്കണം എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങും. ഓക്കെ, അപ്പം മൈൻഡ് കാം ചെയ്യാനും സ്ട്രെസ് ഹോർമോൺസിനെ പതുക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ കോൺസെൻട്രേഷൻ ഇച്ചിരി കൂടി എൻഹാൻസ് ചെയ്യാനും ഒക്കെ തന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പിരിച്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നർ സെൽഫിലേക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാറാനും അതുപോലെ നമ്മൾ ഈ ഓറ എന്നൊക്കെ നിങ്ങൾ എത്രമാത്രം അത് നിങ്ങൾക്ക് കണക്റ്റബിൾ ആണെന്ന് അറിയില്ല. നമ്മുടെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് പ്രകാരം ഓറ എക്സ്പാൻഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ആൽഫ സ്റ്റേജ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ നമ്മൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്നാമത് പറഞ്ഞ ബാലൻസ് ബ്രീത്ത്, കൊഹറൻറ്റ് ബ്രീത്തിങ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാഡീശോധന, ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറയും. നിങ്ങളുടെ ബ്രെയിനിനെ ഒരുപാട് കാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിനും അതുപോലെ ഇമോഷണൽ ക്രിയേറ്റീവ് ബ്രെയിനിനെയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലെഫ്റ്റ് നോസിൽ കൂടെ ഇൻഹേൽ ചെയ്യുക, ഓപ്പോസിറ്റ് നോസ്ട്രിൽ കൂടെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത് ലെഫ്റ്റ് നോസിൽ കൂടെ നമ്മൾ ബ്രീത്ത് ഡീപ്പായിട്ട് എടുക്കുന്ന സമയത്ത് റൈറ്റ് ബ്രെയിനിലേക്കും റൈറ്റ് നോസ്ട്രിൽ കൂടെ ഡീപ്പായിട്ട് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് നോസ്ട്രിലേക്കുമാണ് എത്തുക. നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഫെമിനിൻ ആൻഡ് മസ്കുലിൻ നേച്ചർ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. ഫെമിനിൻ ആൻഡ് മസ്കുലിൻ എന്ന് പറയുന്നത് ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡും ആണ്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ ദേ ആർ ഹൈലി ഇമോഷണൽ ഇന്റലിജന്റ് പീപ്പിൾസ് ആൻഡ് ഹയർ ഇൻ ലോജിക്കൽ. അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരിക്കും? അവർ ഹൈലി ലോജിക്കൽ ആയിരിക്കും, അതുപോലെ തന്നെ ഹൈലി ഇമോഷണലി ഇന്റലിജന്റും ആയിരിക്കും. കൃത്യമായിട്ടുള്ള രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ബാലൻസിങ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പൊ നാഡീശോധന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നോസ്ട്രിയൽ പ്രാണായാമ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അത് മോർണിംഗ് സെഷനിലൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബ്രീത്തിങ് നിങ്ങളുടെ റൂട്ടീനിൽ അല്ല ടാസ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഈ ഒരു നാഡീശോധനയാണ് നമ്മുടെ ഈ പറഞ്ഞ ആൽഫ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും നമ്മുടെ ഇൻറ്റ്യൂഷൻ ലെവലൊക്കെ എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് 4-7-8 റിലാക്സേഷൻ ബ്രീത്ത്, അതായത് 4 സെക്കൻഡ് ഇൻഹേൽ, 7 സെക്കൻഡ് ഹോൾഡിങ്, then 8 സെക്കൻഡ് എക്സേൽ. 4-7-8 റിലാക്സേഷൻ ബ്രീത്ത് എന്ന് പറയും. ഓക്കെ, ഇതിന് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് ഇൻ ടു ഡെപ്ത് ആൽഫ എന്ന് പറയാം. അതായത് ആൽഫയിലുള്ള ഒരു ഡെപ്ത് വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡാണ് 4-7-8 റിലാക്സേഷൻ ബ്രീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫേസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡെൻസിറ്റി ഉള്ള അല്ലെങ്കിൽ ചക്ര ബേസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷൻ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇച്ചിരിയും കൂടി ഫ്രീക്വൻസി ഒക്കെ കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഡെപ്തിലുള്ള വേർഷനിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ ബീറ്റയിൽ നിന്ന് ആൽഫയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ എത്തണം. അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊഹറൻറ്റ് ബ്രീത്തിങ്, നാഡീശോധന, 4-7-8 റിലാക്സിങ് ബ്രീത്തിങ് ഇതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ യു ക്യാൻ ഏബിൾ ടു റീച്ച് കുറച്ചും കൂടി ഡെപ്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഉച്ചൈ പ്രാണായാമ അല്ലെങ്കിൽ ഓഷ്യൻ ബ്രീത്ത്, വിക്ടോറിയസ് ബ്രീത്ത് എന്നൊക്കെ പറയും.
ബ്രീത്തിന്റെ ഓഷ്യന്റെ സൗണ്ടോട് കൂടി നമ്മൾ നമ്മുടെ ത്രോട്ട് വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് എടുക്കുന്ന ഒരു റിഥമെറ്റിക്കൽ ഓഷ്യൻ ബ്രീത്തിനെയാണ് ഉച്ചൈ പ്രാണായാമ എന്ന് പറയുന്നത്. പേര് നോട്ട് ചെയ്തോളൂ. ഉച്ചൈ ബ്രീത്ത് അല്ലെങ്കിൽ ഉച്ചൈ പ്രാണായാമ, ഓഷ്യൻ ബ്രീത്ത് അഥവാ വിക്ടോറിയസ് ബ്രീത്ത് എന്നൊക്കെ നമ്മൾ പറയും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ത്രോട്ട് ഏരിയയിലാണ്. അവിടെ ഒരു വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ബ്രീത്ത് എടുക്കുകയാണ്. നോസിൽ കൂടെ തന്നെ ബ്രീത്ത് എടുത്ത് നമ്മുടെ ത്രോട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നോസിൽ കൂടെ തന്നെ റിലീസ് ചെയ്യുന്ന ബ്രീത്തിനെയാണ് നമ്മൾ ഉച്ചൈ പ്രാണായാമം അല്ലെങ്കിൽ ഓഷ്യൻ ബ്രീത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ സൗണ്ടിലായിരിക്കും, ബ്രീത്തിന്റെ സൗണ്ടിലായിരിക്കും. അത് സിമിലർ ടു ഓഷ്യൻ വേവ്സ്. ഓക്കെ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൽഫ സ്റ്റേറ്റിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ റെസൊണന്റ് ഹം ബ്രീത്തിങ് എന്ന് പറയും. ബി ബ്രീത്ത്, ബ്രഹ്മരി എന്നൊക്കെ പറയും. പേരൊന്നും കൂടി പറയാം. റെസൊണന്റ് ഹം ബ്രീത്തിങ്, ബി ബ്രീത്തിങ് എന്ന് പറയും. അതുപോലെ ഭ്രമരി, ഡീപ്പർ ആൽഫ എന്ന് പറയും. അതായത് ഇൻഹേൽ ചെയ്യുക, അതിനുശേഷം നമ്മൾ എക്സേൽ ചെയ്യുന്ന സമയത്ത് ഹം എന്നുള്ളൊരു ടോണോട് കൂടിയിട്ട് എക്സേൽ ചെയ്യുക എന്നുള്ളതാണ്. ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, എക്സേൽ ചെയ്യുന്ന സമയത്ത് എന്നുള്ളൊരു സൗണ്ടോട് കൂടിയിട്ട് നമ്മൾ അതിനെ എക്സേൽ ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതോടുകൂടി നമുക്ക് ആൽഫ സ്റ്റേറ്റ് നിന്ന് പതുക്കെ തീറ്റയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട്, കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് ഇത്, ഒറ്റ ദിവസത്തെ കാര്യമല്ല പറയുന്നത്. ഗ്രാജ്വലി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ബ്രീത്തിങ് ടെക്നിക്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആൽഫയെന്ന് ബീറ്റയിലേക്ക് വരുന്ന ഫേസസിൽ 4 എണ്ണമാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. കോഹറന്റ് ബ്രീത്ത് പറഞ്ഞു, നാഡി ശോധന പറഞ്ഞു, 4-7-8 റിലാക്സേഷൻ ബ്രീത്ത് പറഞ്ഞു, ഉച്ചൈ ബ്രീത്ത് പറഞ്ഞു, അതുപോലെ റെസണന്റ് ഹം ബ്രീത്തിങ് പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് പതുക്കെ നമ്മുടെ തീറ്റ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡീപ്പർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനെയാണ് നമ്മൾ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തീറ്റ കഴിഞ്ഞാൽ പിന്നെ ഘാമയാണ്, അത് എൻലൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയാം. കുറച്ചും കൂടി സൂപ്പർ കോൺഷ്യസ് എന്ന് നമുക്കതിനെ പറയാം. തീറ്റ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ സെൻ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അതായത് സീറോ മൈൻഡഡ് തോട്ട്ലെസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു ഫേസിലേക്ക് എത്തുക, അത്രയും റിലാക്സേഷൻ ആൻഡ് കാംനെസ്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് വെൻ യു ഗെറ്റ് എവ്രിതിങ് യു വോണ്ട് നത്തിങ് എന്ന് പറയും. അതായത് ഒന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോദിക്കാനില്ലാത്ത ഒരു തരം ഫേസിനെയാണ്, അതായത് എല്ലാം ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അട്രാക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത്രയും ഒരു സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് നിങ്ങളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പെർസെപ്ഷൻ ആണെന്നുണ്ടെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും എല്ലാം ചേഞ്ച് ആകുന്ന ഒരു ഫേസിനെയാണ് നമ്മൾ തീറ്റ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്നും ഏറ്റവും കാമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാധ്യമമാണ് എന്ത്, ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആരും അതിനൊരു നിയന്ത്രണവും വച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യാണ്, ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു യൂസസ് കൃത്യമായിട്ട് തിരിച്ചറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും ആഴത്തിൽ ഹീൽ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ബ്രീത്തിങ്ങിന് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ
ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോ നമ്മുടെ മനസ്സിലോ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബ്രീത്തിന്റെ ഋതത്തിൽ വരെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനർത്ഥം എവറിത്തിങ് കണക്റ്റഡ് ടു ഈച്ച് അതർ. അങ്ങനെയെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ഡോർവേ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിനെ കൃത്യമായ ഒരു ഹീലിംഗ് സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? ഹെൽത്ത് വൈസ് വി ഗെറ്റ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. നമ്മുടെ സെൽസിനെ ഇൻ ഡെപ്തിൽ ഇറങ്ങി ഹീൽ ചെയ്യാനും നമ്മുടെ മൈൻഡിനെ ഏറ്റവും കാം ചെയ്ത് കൊണ്ടുവരാനും അതുവഴി നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൺട്രോൾ ചെയ്യാൻ, ഹാപ്പി ഹോർമോൺസ് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പർ ആക്കാൻ, നമ്മുടെ ഉള്ളിൽ മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യാൻ, നമ്മളെ സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കമ്പാഷൻ അതിനെ എൻഹാൻസ് ചെയ്യാൻ, എല്ലാം കൊണ്ടും നമ്മളെ ഇമോഷണലി ബാലൻസ് ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിക്കും എന്നുള്ളതാണ്? ബ്രീത്തിന് സാധിക്കുന്നുള്ളതാണ്. അപ്പോ ബ്രീത്ത് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് പ്രാണ. ദാറ്റ്സ് ആക്ച്വലി യു അല്ലെ? അപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, നിലനിൽക്കുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്താണ്? സ്റ്റിൽ യു ബ്രീത്ത്. നിങ്ങൾ ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ജീവനോടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാ? ശരി, നിങ്ങളത് ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അത് നിങ്ങളിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിൽ നമുക്ക് ആ ഒരു ബ്രീത്തിന്റെ ഋതത്തിനെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ളൊരു മെഡിറ്റേഷൻ ചെയ്യാം. റെഡി ഉള്ളവർ ഒന്ന് തംസപ്പ് ചെയ്യാം. നിങ്ങൾ പലരും ക്വസ്റ്റ്യൻസിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും അവിടെ സ്ക്രീനിന്റെ അപ്പുറത്ത് തന്നെ ഇല്ലേ? യെസ്, റെഡിയാണോ എല്ലാവരും? ഓക്കെ ഓക്കെ. Okay, close your eyes. Relaxly take a few deep breath. വളരെ സ്ലോ ആയി ഓരോ ശ്വാസവും എടുക്കാനായിട്ട് ശ്രമിക്കാം. ആ ശ്വാസം നിങ്ങളുടെ മൂക്കിലൂടെ കടന്നു വരുന്ന സമയത്ത് നേർത്ത ഒരു തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാം. അതുപോലെ നിശ്വാസവായു പുറത്തോട്ട് പോകുന്ന സമയത്ത് ആ ശ്വാസത്തിന്റെ ഒരു ചെറു ചൂടും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പതുക്കെ ദീർഘമായ ഒരു ശ്വാസം എടുക്കുക. ശ്വാസം പതുക്കെ പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറു ചൂട് മനസ്സിലാക്കുക. ഒരു തവണ കൂടി ദീർഘമായി ശ്വാസം എടുക്കുക. പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുക. തുടർന്ന് നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ശിരസോളം എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ശിരസിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എടുക്കുന്ന ശ്വാസം നിങ്ങളുടെ ശിരസോളം എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. ആൻഡ് റിലാക്സ്ലി പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഐ ആം സോ സേഫ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു ശ്വാസം എടുക്കുക. അതുപോലെ വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊടുത്ത് ആ ശ്വാസം ഹൃദയത്തിലേക്ക് പതുക്കെ നിറയുന്നതായിട്ട് സങ്കല്പിക്കാം. ആ ശ്വാസത്തിന്റെ ശബ്ദത്തെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. തുടർന്നൊരു ദീർഘമായ ശ്വാസം എടുക്കുക.
അതിൻ്റെ ശബ്ദത്തെ നന്നായി വ്യക്തമായി കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. Take a deep breath and slowly breathe out. പതുക്കെ ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ മുന്നിലായി ഒരു വെളുത്ത പ്രകാശം നിങ്ങൾക്ക് കാണാം, ഒരു പോസിറ്റീവ് എനർജി. തുടർന്നെടുക്കുന്ന ഓരോ ദീർഘശ്വാസത്തിലും ആ വെളുത്ത പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് പതുക്കെ കയറുന്നതായിട്ട്, നിങ്ങളുടെ ശ്വാസത്തിലൂടെ ആ പ്രകാശം പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസത്തിലും ആ വെളുത്ത പ്രകാശം നിങ്ങളിലേക്ക് പതുക്കെ കയറിക്കൊണ്ടേയിരിക്കുന്നു. നിശ്വാസവായുവിലൂടെ നിങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും ഒരു കറുത്ത പുക പോലെ പുറത്തോട്ട് നിങ്ങൾ വിട്ട് കളയുന്നതായിട്ട് സങ്കല്പിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ആ ഒരു ബ്ലാക്ക് സ്മോക്ക് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശരീരം വീണ്ടും വീണ്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. വീണ്ടും ആ വെളുത്ത പ്രകാശത്തെ നിങ്ങളുടെ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് വളരെ സാവധാനത്തിൽ എല്ലാ നെഗറ്റീവ് എനർജിയും നിങ്ങളിൽ നിന്നും പുറത്തോട്ട് വിടുക. തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസവും മൂക്കിലൂടെ ദീർഘമായിട്ട് എടുത്ത് നിങ്ങളുടെ വായയിലൂടെ റിലാക്സ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വെളുത്ത പ്രകാശത്തെ നിറക്കാനായിട്ട് ശ്രമിക്കുക. തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പ്രകാശം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്ന് പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പ്രകാശം സാവധാനത്തിൽ വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ വെളുത്ത പ്രകാശം ശരീരത്തിലേക്ക് പതുക്കെ സാവധാനത്തിൽ വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഓരോ അംശങ്ങളിലും ആഴത്തിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ദീർഘമായ ഒരു ശ്വാസം എടുക്കുക. നിങ്ങളിപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളവസ്ഥയിൽ ഏറ്റവും റിലാക്സ് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ആ പ്രകാശം പതുക്കെ കടന്ന് നിങ്ങളുടെ ഉദരത്തിലേക്ക് എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. ഉദരവുമായി ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് വളരെ റിലാക്സ് ചെയ്തൊരു ശ്വാസം എടുക്കുക. ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ഉദരത്തിലെ ഓരോ അംശത്തിലും ആ പ്രകാശം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പതുക്കെ നിങ്ങളുടെ കാലുകളിലേക്കും കാൽപാദത്തിന്റെ അഗ്രത്തോളവും ആ വെളുത്ത പ്രകാശത്തെ കടത്തിവിടുക. ശരീരത്തിലെ ഓരോ അംശത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് ആ വെളുത്ത പ്രകാശം കാണാം. പതുക്കെ ആ പ്രകാശത്തെ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ നിറയ്ക്കാനായി ദീർഘമായി ശ്വാസമെടുക്കുക. ശരീരത്തിൽ നിറക്കാവുന്ന അത്രയും പ്രകാശമായിരിക്കുന്നു. പതുക്കെ ആ പ്രകാശത്തെ നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് ഒരു സംരക്ഷണ കവചമായി മാറ്റിക്കൊടുക്കുക. അത് നിങ്ങളുടെ ശരീരത്തെ വലയം ചെയ്തുകൊണ്ട് ഒരു സംരക്ഷണ കവചമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിനുള്ളിലും ശരീരത്തിൻ്റെ പുറത്തും ഇപ്പോൾ ആ വെളുത്ത പ്രകാശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ മൂക്കിലൂടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നതായിട്ടും ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു തണുപ്പ് പ്രദാനം ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കുക. ശ്വാസം എടുക്കും തോറും
നിങ്ങളുടെ ശരീരത്തിൽ ആ തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശരീരത്തിനുള്ളിൽ ഏറ്റവും തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ആൻഡ് യു ഫീൽ സോ റിലാക്സ്ഡ്. നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ഇപ്പോൾ റിലാക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ പ്രാണന് ഏറ്റവും നന്ദി പറയുക. ഞാൻ ഇപ്പോഴും ഇവിടെ ആയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മനസ്സിൽ ഏറ്റവും നന്ദിയോടുകൂടി കണ്ണുകൾ പതുക്കെ തുറക്കുക. സമയം എടുത്തുകൊണ്ട് മനസ്സിൽ ഏറ്റവും നന്ദി പറയുക. സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് ബ്രെത്ത്. എൻ്റെ ഉള്ളിൽ ആ ജീവന്റെ അംശം എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഐ ഫീൽ സോ റിലാക്സ്ഡ് ആൻഡ് സേഫ്. കണ്ണുകൾ പതുക്കെ തുറക്കുക. 5, 4, 3, 2, and 1. Open your eyes. Okay, relax. Rub your both hands. Place it on your eyes. Stretch your body and relax. Okay. Okay, thank you all. ഇത്രയും സമയം നിങ്ങൾ സ്റ്റേ ചെയ്തതിനും കുറച്ചധികം സമയം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടല്ലേ. താങ്ക് യു സോ മച്ച്. അവസാനം വരെ നിങ്ങൾ കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്തെങ്കിലും മാം. താങ്ക് യു. എന്തെങ്കിലും Thank you, ma'am. ഡൗട്ടോ കാര്യം? താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. Good night, ma'am. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.